ആവശ്യത്തിന് വരില്ല. അല്ല ഇജ്ജെന്തിനെ പോകുന്നത്? ഞാൻ പറഞ്ഞില്ല എന്നോട് ഞാൻ കടയിൽ വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതിയെന്ന്. ആശാനെ കാര്യങ്ങൾ കൈവിട്ട് പോയി ആശാനെ. അതിപ്പോ ഇപ്പൊ പുതിയതായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇജ്ജ് എന്നേ കൈവിട്ട് പോയേക്കണം. എന്തിച്ച് വന്ന കാര്യം പറയും ആശാനെ. കുറച്ച് പൈസ വേണം റീചാർജ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഈ റീചാർജിനുള്ള കായ് ചോദിക്കാൻ കട അടച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ ഒന്നങ്ങോട്ട് തന്നാണല്ലോ ദജ്ജാൽ തന്നെ. എന്റെ ആശാൻ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് ഫോണിൽ 10 പൈസ ഇല്ല. ഇത് അങ്ങോട്ട് വിളിച്ചാൽ കിട്ടൂല. അപ്പൊ പൈസ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമ്പോ പറഞ്ഞാ പോലെ എനിക്ക് കാര്യം. അതിന് പീടി കൂട്ടിട്ട് ഇങ്ങോട്ട് വരിക. അപ്പൊ ആശാന ഉണ്ടല്ലോ, ഞാൻ കാര്യം പറയാം. എന്താണ് ഇത്ര അത്യാവശ്യം? നമ്മുടെ ജോസൂട്ടിയും ജെസ്സിയും തമ്മിൽ നല്ല വഴക്ക്. എല്ലാവരും വല്ലതും പറഞ്ഞുണ്ടാക്കിയിട്ട് അത് കേട്ടിട്ട് കണ്ണി കണ്ടു വന്ന് പറയല്ലേ ഞങ്ങൾ. ഇത് അങ്ങനെ പറഞ്ഞുണ്ടാക്കിയതല്ല, ഞാൻ എന്റെ കണ്ണോണ്ട് കേട്ടു. ഞാനല്ല കണ്ണോണ്ട് കേക്ക് അല്ല കണ്ണോണ്ട് അതുകൊണ്ട് കേട്ടു. ഇത് ശരി, ഞാൻ പൊട്ടനാന്ന് വിചാരിച്ചു. ഞാൻ വിചാരിക്കണത് എല്ലാവർക്കും അറിയില്ല. അത് ആശാല നാട്ടിൽ കണ്ടവിടെ ഞാൻ പൊട്ടൻ എന്ന് പറഞ്ഞു നടക്കുന്നത്. വേറെ നാട്ടിലത്തെ ആർക്ക് പൊട്ടൻ ഞാൻ പറയില്ല. ഞാൻ തമാശക്ക് പറഞ്ഞാണ്. അതിപ്പോ സാധാരണ അങ്ങനെ നിക്കണത് നല്ലതാ. അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ സൂത്രത്തിൽ മനസ്സിലാക്കാൻ എന്തുണ്ടായി ഇപ്പൊ അവിടെ? ആശാനെ, ഞാൻ പീടിയിൽ നിൽക്കുമ്പോ നമ്മളെ ജെസ്സിയും നമ്മളെ അപ്പുറത്തെ ബീനേച്ചി ഇല്ലേ, ഏത് ബീനേച്ചി? അവരുടെ അപ്പുറത്തെ ബീനേച്ചി തമ്മിൽ പറയുന്നത്. അപ്പൊ ജെസ്സി ബീനേച്ചിയോട് പറയുന്ന പ്രശ്നങ്ങള്, ആകെ പ്രശ്നമുണ്ട്, കുടുംബ പ്രശ്നമുണ്ട്. സീരിയസ് ജോസൂട്ടീനാ. എന്ത് സംഗതി എന്ന് എല്ലാവർക്കും അറിയില്ല. സംഗതി ഞാൻ ഉറപ്പിച്ചു, ഇവര് തമ്മിൽ പിരിയും. കണ്ണി കണ്ട് പറഞ്ഞിട്ടാക്കാണ്ട് ഇത് പിരിയും ഉറപ്പ്. അങ്ങനെ അവര് പറഞ്ഞോ? അങ്ങനെ പറയും. നമുക്ക് കണ്ടാ മനസ്സിലാവൂലേ? കേക്ക് മനസ്സിലാവുന്നില്ലേ? ഇത് കേൾക്കുന്നില്ല, കാര്യം കേൾക്കില്ല. ആശാൻ ഇങ്ങോട്ട് നോക്ക്. ഇപ്പൊ ആശാന് മാത്രമേ ഇത് നടക്കൂലൂ. ആശാൻ അതിന്റെ ഇടയിൽ നിന്നിട്ട് ഇത് നേരെ ഒന്നിച്ച് കൊണ്ടുവരണം. ആശാനെ അത്രക്ക് പ്രശ്നമുണ്ട്. എന്താ പടച്ചോനെ, എന്താണ് ഇപ്പൊ ഇവര് തമ്മിൽ ഇത്ര വലിയ പ്രശ്നം? നല്ല പ്രശ്നമുണ്ട്. ഞാൻ ഏതായാലും ഈ കളികളൊക്കെ നിർത്തിയിട്ട് പുതിയൊരു ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ എന്ത് ചെയ്തിട്ട് ജെസ്സി അതിന് സമ്മതിക്കണില്ലാന്നേ. പരിധിക്കൊരു ഉപകാരം ചെയ്യണം. ആ റസിയാനൊന്ന് പറഞ്ഞു വിട്ടിട്ടെ ഇവളെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കണം. എന്തിനാണ് ഇവളെ എതിർക്കണേന്നൊന്നും അറിയണമല്ലോ. അല്ല ആളെ റസിയ എടാ ചെങ്ങായി, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് അതൊക്കെ ഓരോരുത്തരുടെ ഒരു ഇതല്ലേ എന്ന് പറയുന്ന ആളാണ് റസിയ. ആ ആളെ ഈ ഉപദേശിപ്പിക്കാൻ പറ്റുന്നത്. അല്ല വരിക്ക് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ മനസ്സ് പിടുത്തം കിട്ടുള്ളൂ. എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഇവളിത് വേണ്ടെന്ന് പറയണെന്നെങ്കിലും നമുക്കറിയാലോ. അല്ല അതിപ്പോ റസിയ പോയിട്ട് എന്തെങ്കിലും ഇപ്പൊ അവളോട് സംസാരിക്കുന്നു വെക്കാം, അതവിടെ കിടക്കട്ടെ. എന്താണ് ഇപ്പൊ എന്റെ ബിസിനസ്? ജോസൂട്ടി എഡ്യൂക്കേഷണൽ ഇന്റർനാഷണൽ കൺസൾട്ടൻസി എന്നാണ് ഇതിന്റെ പേര്. അതിന്റെ ചെയർമാനായിട്ട് ഞാൻ ഇരിക്കുമ്പോ അവക്ക് അസൂയാണെന്നേ. അവൾ ഈ ബ്യൂട്ടി പാർലറിൽ പോയി ഇപ്പൊ കുടുംബം നടത്തണതിന്റെ ഒരു ഗമ ഉണ്ടല്ലോ. ഞാനൊരു അന്തസ്സുള്ള ഉയർന്ന പോസ്റ്റിൽ വന്നു കഴിഞ്ഞാല് അവക്കത് കുറഞ്ഞു പോകുന്നുള്ള അസൂയാണിത്. എനിക്കതാ മനസ്സിലാകണത്. അല്ല അസൂയൊക്കെ എന്തെങ്കിലാവട്ടെ, അതവിടെ കിടക്കട്ടെ. അത് ഇനിയിപ്പോൾ അത് പറഞ്ഞു വരുത്തണ്ട. ഞാൻ പറയണതേ ഓൾക്കും കൂടി താല്പര്യമുള്ളൊരു കാര്യമാകുമ്പോൾ അത് നല്ല രീതിയിൽ നടന്നു പോകും. അതല്ലെങ്കിൽ അതിന് പിന്മാറുക. കാരണം എന്താ വെച്ചാൽ ഒരു വീടെന്ന് പറയുമ്പോൾ എൻ്റെ മാതിരിയുള്ള അതേ അവകാശം അവൾക്കുണ്ട്. അത് വിൽക്കുമ്പോ അല്ലേ? അല്ല വിൽക്കുമ്പോ എന്ന് പറഞ്ഞാൽ വീട് കച്ചവടം ചെയ്യണ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഒരു കുടുംബ ബന്ധം കറക്റ്റായിട്ട് നിലനിൽക്കണമെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അത് എല്ലായിടത്തിലും ഉണ്ട്. അത് ചെയ്യുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോഴാണല്ലോ ഇതൊക്കെ പ്രശ്നമാവണത്. ഇതിപ്പോ ഈ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ഓൾക്ക് നല്ല ഒന്നാമതൊരു ജോലി ഉണ്ടായിരുന്ന നേഴ്സായിരുന്നു ഓള്, അല്ലേ? ആ നേഴ്സായിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന അവള് നൈറ്റ് ഡ്യൂട്ടി എനിക്ക് ഇത്തിരി ഓവറാണെന്നും പറഞ്ഞിട്ട് അവളോട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞപ്പോ ഒരു മടിയും കൂടാണ്ട് ആ ജോലിയും കൂടി കളഞ്ഞിട്ട് അതിന്റെ പിന്നാലെ പോന്നോളാണ് ഓള്. അതിപ്പോ വലിയ ത്യാഗമൊന്നുമല്ല. ഞാൻ കെട്ടണതിന് മുമ്പ് പറഞ്ഞ ആ ജോലി കളഞ്ഞോളൂ എന്ന് പറഞ്ഞ് അത് അവളത് ചെയ്ത്. അല്ലാതെ അതിപ്പോ ത്യാഗമൊന്നുമല്ല. ഇവളുടെ കൂടെ നിൽക്കണമെങ്കിൽ ഞാനിഞ്ഞ് മുടിവെട്ട് പഠിക്കേണ്ടി വരും. ഞാനും ബ്യൂട്ടി പാർലറിൽ നിൽക്കണമെന്നായിട്ട് ഇവളുടെ ആഗ്രഹം. അല്ല അപ്പൊ ഈ ചെയ്യണതൊക്കെ ഭയങ്കര ഇതാണ് അല്ലേ? അല്ല ഓള് അത് പറഞ്ഞു കേട്ടു. അല്ല എനിക്കത് ചെയ്യണമെങ്കിൽ അത് അത്ര വലിയ ത്യാഗം എന്നല്ല. എൻ്റെ പരിക്ക് ഇത് എല്ലാവർക്കും കിട്ടണ ഒരു അവസരമല്ലേ. എന്നോടുള്ള വിശ്വാസവും എൻ്റെ ബന്ധങ്ങളും വെച്ചിട്ടാണ് എൻ്റെ കൂടെ മുരളി അത് ചേരാമെന്ന് പറഞ്ഞിട്ട് വന്നേക്കണത്. അവനാണ് അതിൻ്റെ ലൈസൻസൊക്കെ ഉള്ളത്. അത് എൻ്റെ പേരിലാക്കി തരാം, നല്ലൊരു പോസ്റ്റും തരാന്നൊക്കെ പറഞ്ഞ് ഓഫീസും എടുത്ത് നോട്ടീസും അടിച്ച് എല്ലാം തുടങ്ങാൻ തീരുമാനിച്ചേക്കാണേ. അതൊക്കെ ആയിക്കോട്ടെ ജോസുട്ടേ, ഞാൻ പറഞ്ഞൊന്ന് ആലോചിക്കുക. ഞാൻ പറഞ്ഞോന്ന് മാത്രം. ഇതിൽ എനിക്ക് ഒരു രണ്ടു കൂട്ടരും കൂടി ഒത്തുപോകുന്നൊരു സംഗതിയാണെങ്കിൽ ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവള് വേണ്ടാന്ന്, ഇവളുടെ അഭിപ്രായവും വേണ്ട, ഇവളും വേണ്ട ആ ബിസിനസ്സിൽ. അവളുടെ പൈസയും വേണ്ട. ഞാനത് വൃത്തിയായിട്ട് പോയി നോക്കി നടത്തി വരുമാനം കിട്ടി ഇവക്ക് തന്നെയല്ലേ നല്ലത്. എന്നാ പിന്നെ എന്തെങ്കിലും ചെയ്യേ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങാം. അല്ല ഈ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിച്ച് വരിക. ഇപ്പൊ ഉദ്ഘാടനം ഞാൻ പറയും കുടുംബസമേതം വന്നേക്കണം.
ആയിക്കോട്ടെ. ഭയങ്കര പണിയിലാണല്ലോ. ഗ്യാസ് മേടിച്ചു തരാൻ പറയടോ. ഗ്യാസ് വാങ്ങിച്ചേരാൻ വാസുവേട്ടനോട് എന്നോട് പറഞ്ഞാൽ തരാം. ഞാൻ ഇത്തിരി വിറകൊക്കെ ഒന്ന് പൈസ എടുത്താൽ കിട്ടുമല്ലോ. അത് ചോദിച്ചപ്പോ പറഞ്ഞ പറമ്പിൽ നല്ലോണം പെറുക്കിയെടുത്തോളാം. പിന്നെയാണോ ഗ്യാസ് വാങ്ങിച്ചു തരണേ. ഇതൊക്കെ പാടല്ലേടി. പാടാടി ഉണ്ടാക്കാനാ. എന്തായി നമ്മളെ പരീക്ക ജോസൂട്ടിനോട് പറഞ്ഞാ പോയിട്ട്? അതൊന്നും പറയാത്ത വേദോ. ജോസഫിനടുത്ത് എന്ത് പറഞ്ഞിട്ട് തലേക്കാരനില്ലാന്ന്. അതങ്ങനെയാണ് ഈ ആണുങ്ങൾക്ക് ചില സമയത്തുണ്ട് ചിഹ്നടിച്ച മാതിരി ഓരോ പൊട്ടബുദ്ധികൾ പറയും. അതിപ്പോ പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് എന്നോട് പറയല്ലേ തയ്യൽ പഠന കേന്ദ്രം തുടങ്ങണം. ഞാൻ പറഞ്ഞു തുടങ്ങിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ആദ്യം നിങ്ങളും കുഞ്ഞുട്ടനും കൂടി അവിടെ ഇരുന്ന് പഠിക്കണം. അപ്പൊ എന്റെ മിണ്ടണില്ല, നാണക്കേടായി പോയല്ലോ. പിന്നെ മിണ്ടിയിട്ടില്ല. ഇവിടെ വാസുവേട്ടൻ ഒരു ദിവസം ഭയങ്കര വിറ്റ് എന്നോട് അറിയാനേ, നിലമ്പൂരിന്ന് കുറച്ച് തേക്ക് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഞാനൊരു വലിയ ഇതങ്ങ് തുടങ്ങിയാലോ എന്ന്. ഇവിടെ കിട്ടുന്ന പണിയില്ലേ, മര്യാദയ്ക്ക് ദിവസവും പണിക്ക് പോയാൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ളത് അതിൻ്റെ അകത്ത് കിട്ടും. അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ഒരൊറ്റ പോകാം. പിന്നെ നിലമ്പൂരൊന്നുമില്ല, തേക്കൊന്നുമില്ല, ഒന്നുമില്ല. തേക്കോ ഇല്ല കാര്യമുണ്ട്. ഇവിടെ കിട്ടുന്ന പണിയിലൊന്നും മര്യാദയ്ക്ക് ചെയ്തിട്ടില്ലല്ലേ. എന്തായാലും നിന്റെ ചോറും കറിയൊക്കെ ആയാ? ചോറും കറിയുന്നായിട്ടില്ല, കൂട്ടാൻ വെക്കണം. ചോറൊക്കെ ആയി. ആണോ? എനിക്കിപ്പോ ഇതൊക്കെ വെട്ടിയിട്ട് വേണം ചോറ് വെക്കാൻ കേട്ടോ. പിന്നെണ്ടല്ലോ, എന്താ എന്തോന്ന് പറയാൻ വിചാരിച്ചതല്ലേ. എന്താ നീ ഒരേ അങ്ങോട്ട് ഇട്ടപ്പോ അങ്ങ് മറന്നു. ആ ജെസ്സി, അത് തിരിച്ചിട്ട് നീ ഓർമ്മ കിട്ടി ജെസ്സിന്റെ കാര്യം. ജെസ്സി സമ്മതിക്കുവോ? ഓള് സമ്മതിക്കൊന്നുമില്ല. ഓക്ക് നമ്മളെക്കാട്ട് ബുദ്ധിയുള്ളതാ. പിന്നെ ഇപ്പൊ ഇന്ന് പരീക്ക് ഓളോട് ഇങ്ങോട്ട് വരാൻ പറ്റുന്നുണ്ട്. ഓളെന്താ പറയണത് നമുക്ക് നോക്കാലോ. ഈ ഇന്റർനാഷണൽ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോ അറിയാവുന്നത് എന്താണെന്ന്. എന്തെങ്കിലും തട്ടിപ്പായിരിക്കും. പിന്നല്ലാതെ